വീണ്ടും വീണ്ടും ദുരന്തം. വയനാട് തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് 3 പേരാണ് മരിച്ചിരിക്കുന്നത്. 5 പേരെ കാണാനില്ല. രക്ഷപ്പെട്ട 10 പേർ ചികിത്സയിലാണ്. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം രാവിലെ 11:15 ഈ അപകടം ഉണ്ടായത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷഹീദ് സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നു. ഒരു വലിയ പാനൽ അതിനോടൊപ്പം. ആദ്യം ഷഹീദ്, മന്ത്രിമാർ അല്പസമയം മുൻപാണ് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. 5 പേർ കാണാനില്ലാത്തവരുടെ പട്ടികയിലാണ്. മണ്ണിലടിയിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? തെരച്ചിൽ രാത്രിയും തുടരുമോ? ഇവിടെ സൂചിപ്പിച്ച പോലെ അല്പസമയം മുമ്പാണ് മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദീഖും ഇവിടെ വന്നു പോയത്. തിരച്ചിൽ നടക്കുന്ന ഈ മീനാക്ഷി പാലത്തിന് സമീപത്തുള്ള മണ്ണിടിഞ്ഞ് ആ സ്ഥലത്ത് വന്നിരുന്നു. ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരുകയാണ്. രാത്രിയും തിരച്ചിൽ തുടരും. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മന്ത്രിമാർ നമ്മോട് പറഞ്ഞത്. ലൈറ്റ്, മറ്റ് ഹിറ്റാച്ചി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സന്നദ്ധ പ്രവർത്തകരുണ്ട്. അഗ്നിശമന സേനയും ഒപ്പം തന്നെ MDRF ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതായത് പകൽ തിരഞ്ഞതിൻ്റെ ആ സംഘങ്ങളെല്ലാം രാത്രിയും ഇപ്പോൾ സമാനമായ രീതിയിൽ തിരച്ചിൽ നടത്തുന്നു. ആ മീനാക്ഷി പാലത്തിന് സമീപത്തുള്ള പാലത്തിനും സമീപത്തുമായി മണ്ണിടിഞ്ഞെത്തിയ ഈ മണ്ണും ചളിയും ഒക്കെ നീക്കം ചെയ്യുക എന്നുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രമകരമാണ്, എളുപ്പമല്ല. കാരണം ചളിയും മണ്ണും കല്ലുമൊക്കെയുള്ള ഒരു അടിഞ്ഞു വന്നതാണ്. അത് ഹിറ്റാച്ചി ഉപയോഗിച്ച് അത് അവിടെ നിന്ന് മണ്ണ് മാറ്റി, ഓരോ ഭാഗത്തു നിന്നും മാറ്റിയതിനു ശേഷം മാത്രമേ അതിനടിയിൽ ആളുകളുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. 5 പേർ ഇപ്പോൾ കാണാതായിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായ കണക്ക് എന്നുള്ളതാണ്. പക്ഷേ അനൗദ്യോഗികമായി എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല. നാട്ടുകാർ ചില ആശങ്കകളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായി 5 പേർ കണ്ടെത്തേണ്ടതുണ്ട്. 3 മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. 9 പേർ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ടായിരുന്നു. 2 പേർ നിസ്സാര പരിക്കായിരുന്നു. അവർ ഡിസ്ചാർജ് ചെയ്തു. ബാക്കി 7 പേർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന 2 പേരുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ്. അവരെ ICUയിൽ വിദഗ്ധ ചികിത്സാ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിമാർ ഇവിടെ നിന്നും വന്നു. ഇനി തൊട്ടടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം കലക്ടറേറ്റിൽ ഒരു അവലോകന യോഗമുണ്ട്. അതിനുശേഷം വിശദമായി ഈ കാര്യത്തിൽ പ്രതികരിക്കാമെന്ന് 2 മന്ത്രിമാരും നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ അപകടത്തിനുള്ള കാരണം, അപകടത്തിലേക്ക് നയിച്ചത് ഈ കരാർ കമ്പനിയുടെ, ഈ തുരങ്കപാത നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വീഴ്ച, രാവിലെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ശക്തമായ ചില വിമർശനങ്ങളും പരാതികളുമുണ്ട്. അതായത് ഈ രീതിയിൽ മണ്ണ് കുന്നുകൂട്ടിയിടുന്നത് അശാസ്ത്രീയമാണ്. ഏത് നിമിഷവും അത് വീണ് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാരും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറഞ്ഞിരുന്നു. മാത്രമല്ല ജില്ലാ ഭരണകൂടം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നു. മന്ത്രിമാർ തന്നെ, സർക്കാർ തന്നെ നേരിട്ട് ഈ കരാർ കമ്പനിയോട് അടിയന്തരമായി മണ്ണ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നടപ്പായില്ല. ആ ചോദ്യം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് അത് അവിടെ നിന്നും അങ്ങനെ ആശങ്കയുണ്ടാക്കുന്ന, ഭീതി ഉണ്ടാക്കുന്നതാണെന്ന് അധികൃതർക്ക് പോലും ബോധ്യമായിട്ടും അത് കൃത്യമായി സമയബന്ധിതമായി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഇനി എന്ത് ചെയ്യാൻ കഴിയും? സമാനമായ രീതിയിൽ മണ്ണ് പലയിടങ്ങളിലും, ഇപ്പോൾ ഇവിടെ തന്നെ ഇടിഞ്ഞു വീഴാത്ത പലയിടങ്ങളിലും മണ്ണുണ്ട്. ആ മണ്ണൊക്കെ ഇനി എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ മണ്ണിൻ്റെ താഴ്ഭാഗങ്ങളിലായി ആളുകൾ താമസിക്കുന്ന ഈ പാടികളിലും ലയങ്ങളിലുമൊക്കെ ആയി തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അത് ഭീഷണിയാണ്, ഭീതിയാണ്. അതൊക്കെ മാറ്റുന്ന തരത്തിൽ ഏത് രീതിയിൽ ശാസ്ത്രീയമായി ഈ നിർമ്മാണം. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഷഹീദ്, സംഭവ സ്ഥലത്ത് തുടരണം.